CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ദൃശ്യങ്ങളിലേക്ക്. സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ള ജനസംഖ്യാ അനുപാതം വളരെ വളരെ ചെറുതാണ്. പക്ഷേ ആ അനുപാതം കുറവാണെങ്കിലും അവർ ഉയർത്തുന്ന വർഗീയ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ്സാണ്. ഇതാണ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അഴിമതി ആരോപണമായിട്ട് ₹60 കോടി പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് തർക്കം അതിൻ്റെ ഒന്നും വക്താവായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. എവിടെയൊക്കെയാണോ അഴിമതി ഉണ്ട് എന്ന് പറയുന്നത് അവിടെയൊക്കെ പരിശോധിച്ചോട്ടെ. അതിന് പ്രതിപക്ഷമല്ല, ഇനി ആര് പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന്. സതീശന് വേറൊന്നും പറയാനില്ല, അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. ഞാൻ മറുപടി പറഞ്ഞത്രേ ഉള്ളൂ. എവിടെയാണോ അഴിമതി ഒന്നും മൂടി വെക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല, ഒന്നും മൂടി വെക്കാൻ CPIM ആഗ്രഹിക്കുന്നില്ല, അതെല്ലാം പരിശോധിച്ചോട്ടെ. കേട്ടു മതി, അത്രയും മതി. ആരായാലും അതെല്ലാം അന്വേഷിച്ചോട്ടെ. ഭയപ്പെടാനുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റി വെക്കാനുള്ളൂ. എല്ലാം അന്വേഷിക്കട്ടെ. ശരി. സനാതന ധർമ്മ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ സമ്മേളനം നടക്കുകയാണ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുമ്പ് അദ്ദേഹം ആദ്യം പുറത്തിറക്കേണ്ടതാണ്. മറ്റു വാർത്തയിലേക്ക്. അപകടത്തിന് വഴിവെച്ച അനാസ്ഥ. കൊച്ചി കലൂരിലെ നൃത്ത പരിപാടിക്കായി ഒരുക്കിയത് മരണക്കെണിയാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയാണ്. വേദിയിൽ നിന്ന് ഉമാ തോമസ് വീഴുന്ന ഞെട്ടിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. ഒരു സുരക്ഷയുമില്ലാതെ ഒരുക്കിയ വേദി MLAക്ക് കെണിയാവുകയായിരുന്നു. MLA വീണിട്ടും പരിപാടി തുടരുന്ന സമീപനമാണ് സംഘാടകർ സ്വീകരിച്ചത്. മന്ത്രിയും കമ്മീഷണറും അടക്കം വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും അവരാരും പരിപാടി നിർത്തിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചില്ല. ഇത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് അപകടം വന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള വിശകലനങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും കൃത്യമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഈ പറയുന്ന നീല റിബണിൽ പിടിക്കുകയും താഴേക്ക് പോവുകയുമായിരുന്നു എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ അതിന് മുൻപ് തന്നെ ഉമാ തോമസ് വീഴുന്നുണ്ട്. കാരണം ഉമാ തോമസിനെ പോലെ ഒരു MLAക്ക് കടന്നു പോകാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, സംഘാടകർ പറഞ്ഞ പോലെ 2.5 അടി ഉയരത്തിലൊന്നുമല്ല അത് കെട്ടിയിട്ടുള്ളത്. 16 അടിയോളം ഉയരത്തിൽ, വളരെ വലിയ ഉയരത്തിലേക്ക് അത് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉമാ തോമസ് അവിടുന്ന് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന ആഘാതം. ജസ്റ്റ് കാണാം, വലത് കാല് ഒന്ന് സ്ലിപ്പ് ചെയ്യുന്നു. ബാലൻസ് ലഭിക്കുവാൻ വേണ്ടി കൈവരിയിൽ പിടിക്കുന്നു. അത് റിബൺ മാത്രമാണ്. ആ റിബണുമായി അടക്കം താഴേക്ക് വീഴുന്നു. കൂടുതൽ ആൾക്കാരെ വേദിയിലേക്ക് ഇരുത്തുവാൻ വേണ്ടി 3 നിര കസേരയിട്ടിരിക്കുന്നു ചെറിയ വേദിയിൽ. അതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാല് തടഞ്ഞ് അവിടെ നിന്ന് വീഴുകയായിരുന്നു. ഒരു കാല് കഷ്ടി വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ കസേരയ്ക്കും ആ വേദിയുടെ അതിരിനും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൂടി വ്യക്തമാവുകയാണ്. അവിടെ നിന്നാണ് ഉമാ തോമസ് ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പിടിക്കാനോ സ്വയം ഒരു ബാലൻസ് എടുക്കാനോ കഴിയാത്ത തരത്തിൽ പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുകയായിരുന്നു. അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആ സമയത്ത്. നമുക്ക് കാണാം, പിന്നിൽ നിന്ന് സീറ്റ് മാറുമ്പോഴാണ്, എഴുന്നേൽക്കുമ്പോൾ തന്നെയാണ് ആ ബാലൻസ് നഷ്ടപ്പെടുന്നത്. താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേജിന്റെ എല്ലാവിധ പരിമിതികളും അവിടെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഉമാ തോമസിനെ പോലെ പ്രായമായ ഒരു സ്ത്രീ ഒരിക്കൽ പോലും ഇത്രയും വലിയൊരു വേദിയിലേക്ക് കയറുമ്പോൾ അതിന് തക്ക രീതിയിലേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയില്ല. ഒന്ന് തിരിച്ചു പിടിക്കാനൊരു സഹായം പോലും അവിടെ ഇല്ലാതെ MLA താഴേക്ക് വീഴുന്ന അതീവ ദാരുണമായ ദൃശ്യമാണ് ഉള്ളത്. റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് സ്റ്റേഡിയത്തിൽ നിന്ന്. റിയ, ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എത്ര ഉത്തരവാദിത്വ ബോധമില്ലായ്മ എവിടെയാണ്, എത്ര അവധാനതയില്ലാതെയാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത് എന്നുള്ളത്. ആ ക്രമക്കേട് കൂടുതൽ ഏറ്റവും വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സംഘാടകരുടെ പിഴവ് കൂടുതൽ വ്യക്തമാവുകയല്ലേ? സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഇന്നലെ പോലും ഈ മൃദംഗ വിഷന്റെ CEO അടക്കം
ന്യായീകരണങ്ങൾ, ന്യായവാദങ്ങൾ പലതും നിരത്തുമ്പോൾ അതെല്ലാം തെറ്റാണ്, അത് പാടെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന കൃത്യമായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉമാ തോമസ് MLA ഈ സ്റ്റേജിലേക്ക് കയറി വരുന്നു. സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ കസേരയിൽ ഇരിക്കുന്നു. കസേരയിൽ ഇരുന്ന് അവർ എണീറ്റ് മുമ്പോട്ട് തൊട്ടടുത്ത ഭാഗത്തേക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ കാലിടറി താഴേക്ക് വീഴുകയാണ്. അതായത് സാധാരണ നിലത്തുണ്ടായിരുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ ഒരു പോറൽ മാത്രം സംഭവിച്ചു തീരാവുന്ന അപകടമാണത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 14 അടി ഉയരത്തിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ നിലവിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അടച്ചുകെട്ടി, ബാരിക്കേഡ് അടച്ചുകെട്ടി, അതിന് മുകളിൽ തട്ടടിച്ച് നിർമ്മിച്ച 2 സ്റ്റേജുകൾ. അതിൽ ആദ്യത്തെ സ്റ്റേജിലാണ് MLA ഉണ്ടായിരുന്നത്. ആ സ്റ്റേജിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അപകടം നടക്കുന്നതും MLA 14 അടി താഴേക്ക് വീഴുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റേഡിയത്തിലാണ്. പക്ഷേ അകത്തേക്ക് പ്രവേശനമില്ല. GCDA പെർമിഷൻ ഉണ്ടെങ്കിലേ ഇപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെയാണ് ഉമാ തോമസ് MLA അകത്തേക്ക് കയറിയത്. അവിടെ നിന്ന് പടികൾ കയറി ആ സ്റ്റേജിനകത്ത് കയറി ഇരിപ്പിടത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഈ നടന്നു പോകുമ്പോഴുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാണ്. കാലൊന്ന് പതറുന്നത് പോലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ അപകടശേഷം നമ്മൾ ആ സ്റ്റേജിൽ കയറിയിരുന്നു. അവിടെ തട്ടുകൾ അടിച്ചിരിക്കുകയാണ്. അത് ഒരേ നിരപ്പിലല്ല ഉള്ളത്. അതായത് ഒരെണ്ണം പൊങ്ങിയും താന്നിട്ടുമൊക്കെയാണ്. അതായിരിക്കാം അവരുടെ കാലൊന്ന് ഇടറാനുണ്ടായ കാരണമെന്ന് ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ നടന്നപ്പോഴും ഒന്ന് ഉയരത്തിലാണെങ്കിൽ അടുത്തത് ഒരു ചെറിയ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ആ രീതിയിൽ നിരപ്പിലല്ലാത്ത തരത്തിലാണ് ആ തട്ടുണ്ടായിരുന്നത്. അത് ഒരു പക്ഷേ ഈ കാലിടറുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ വീഴാൻ പോകുമ്പോൾ അവർ ഒന്ന് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ക്യൂ മാനേജർ മാത്രമാണ്. അതിൻ്റെ സ്റ്റീലിൽ പിടിക്കുന്നു. അത് സഹിതം അവർ താഴേക്ക് പതിക്കുകയാണ്. വന്ന് വീണത് കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ. എത്ര വലിയ അപകടമാണ് സംഘാടകർ വരുത്തി വെച്ചത് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തികഞ്ഞ അനാസ്ഥ, ഗുരുതര വീഴ്ച. റിയ, അതില് നമുക്ക് റിയ നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ വ്യക്തമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാർപ്പറ്റ് ഇട്ടിരിക്കുന്നു. ആ കാർപ്പറ്റിലുണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളായിരിക്കാം പക്ഷേ ഉമാ തോമസിന് അടിതെറ്റുവാൻ വേണ്ടിയുള്ള കാരണമായി മാറിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്നു, കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. അത്രയൊക്കെ ചെയ്തിട്ടും ഒരു വൃത്തിയുള്ള സ്റ്റേജ്, സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സംവിധാനം, ആ കസേരകളൊക്കെ കണ്ടാൽ അറിയാം എത്രമാത്രം തട്ടിക്കൂട്ടാണ് ആ വേദിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെ സംബന്ധിച്ച് CEO ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? അതായത് ഗ്രൗണ്ടിൽ നിശ്ചയിച്ച ഒരു തിരികൊളുത്തിയുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഏറ്റവും അവസാന നിമിഷം ഇവർ സ്റ്റേജിലേക്ക് മാറ്റിയത്. ആ സംഭവം സംഘാടകർ തന്നെ അപകടം നടന്ന ശേഷം ഇതിന്റെ ഓസ്കാർ വിഷൻ ഇവന്റ് മാനേജ്മെന്റിന്റെ ജിനേഷ് നമ്മളോട് സംസാരിച്ചതാണ്. അത് അദ്ദേഹം സമ്മതിച്ചതാണ്. മറ്റൊന്ന് 28-ാം തീയതി രാത്രിയാണ് ഈ തട്ടിക്കൂട്ട് സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ ആരംഭിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച പരിപാടി എന്ന് ഓർക്കണം. നേരത്തെ പദ്ധതിയിട്ട പരിപാടിയാണ്. അവിടെ 28-ാം തീയതി രാത്രി സ്റ്റേജിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 29-ാം തീയതി പുലർച്ചെ, അതായത് പരിപാടി നടക്കുന്ന അന്ന് പുലർച്ചെ 3 മണിക്കാണ് ഇതിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള പ്ലാനിംഗ് ഇല്ലാതെ തട്ടിക്കൂട്ട് നിർമ്മിച്ച ഒരു സ്റ്റേജ് ആണ് എന്നുള്ളത് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ്. അതാണ് ഈ അപകടം വിളിച്ചു വരുത്തിയത്. അതായത് ഒരു മരണക്കെണി ഒരുക്കിയാണ് ഈ അപകടം വിളിച്ചു വരുത്തിയത്, ഈ അപകടം നടത്തിയത്, ഉണ്ടാക്കിയത് എന്നത് സംഘാടകരുടെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഉമാ തോമസ് MLA നടന്ന് നീങ്ങുമ്പോൾ ആ കസേരകളുടെ ക്രമീകരണം